എവിടെയാടാ നീ? ആരടി രക്തരക്ഷസ്? അല്ല അഖിലേ, നീയോ? സുഖല്ലേ? എന്താ ഇവിടെ? പരമ സുഖാടാ. കുറച്ച് സുഖം നിനക്കും കൂടി തരാൻ വേണ്ടി ഞാനിങ്ങ് വേഗം വന്നതാ. അയ്യോ, അത്യാവശ്യ സുഖം എനിക്ക് ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് വേണ്ട. എടാ കുട്ടിത്തേവാങ്ക്, നിന്നെ ഞാൻ സുഖിപ്പിച്ച് തരാടാ. തരും ഞാൻ. എടാ പരമദ്രോഹി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് വന്ന് പോകുന്ന സമയത്ത് നീ എന്തുകൊണ്ടാ എനിക്ക് കലക്കി തന്നത്? ഫ്ലൈറ്റിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കൊസിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല എനിക്ക്. അത് പിന്നെ നിക്കടാ അവിടെ, ഓടെടുത്ത്. നീ എന്നോട് ചെയ്ത് ഞാൻ തിരിച്ചു തന്നതല്ലേ? ഒന്നും ചെയ്യില്ലടി. ഞാൻ വീണ്ടും തരാ. നിക്കടാ അവിടെ, നിന്നെന്ന് കൊല്ലും ഞാൻ. അയ്യോ, കൊട്ടേഷൻ കൊടുത്താണോ? അയ്യോ, രണ്ടുപേരും നിർത്ത്. എന്താണ് ബഹളം? അയ്യോ മോളെ, ഒന്ന് നിർത്ത്. എന്താ ഇവിടെ നടക്കുന്നത്? എടാ പൊട്ട, നീ എന്തേ നോക്കിയിരിക്കുന്ന? പിടിച്ചു മാറ്റവരുടെ. ഇവളേതാ? അത് ചോദിക്കാൻ നീ ആരാ? അകലമോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മോളെ സാധന, ഇതിന്റെ ചേട്ടന്റെ മോളാ. നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നേ? പിന്നെന്തിനാ വഴക്കുണ്ടാക്കിയത്? അയ്യോ അമ്മേ, സോറി. അത് ഈ കുട്ടീനെ കണ്ടപ്പോ വല്ല കൊട്ടേഷൻ ടീമെന്നാന്ന് വിചാരിച്ചു. ഈ കുട്ടി ദർശനിട്ട് അടിക്കുമായിരുന്നു. കൊട്ടേഷൻ ടീമോ? ഏത് ആംഗിളിന്ന്? കിടന്നു ഒരുപാട് ചിരിക്കരുത്. എല്ലാം പ്രശ്നത്തിന് കാരണം നീയാ. എന്റെ സാധനം മോളെ, കഴിഞ്ഞ പ്രാവശ്യം അകരമോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ ചെറുക്കൻ എന്തോ പണി ഒപ്പിച്ചു. അതുകൊണ്ട് ഈ കൊച്ചു ഒരാഴ്ച ആശുപത്രി കിടന്നത്. അതിന്റെ പ്രതികാര അവളിപ്പോ അവരുടെ അടുത്ത് തീർത്തത്. ഇവന് കിട്ടേണ്ടത് തന്നെയാ. അയ്യോ സോറി, എനിക്ക് അറിയാതെ പറ്റിയതാ. പെട്ടെന്ന് ദർശനം അടിക്കുന്ന കണ്ടപ്പോ ഞാൻ റിയാക്ട് ചെയ്തു പോയി. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ, പഞ്ചറാവഞ്ഞി സ്ഥലമൊന്നും ബാക്കിയില്ല കൊച്ചേ. എന്തായാലും നന്ദി. അമ്മ അതിര് താങ്ങല്ലേ താൻ എനിക്കിട്ട് താങ്ങിയത്. ദേവാ, ദേവാ, വിടടി. വിടാൻ എന്റെ പറഞ്ഞത്. അയ്യോ അതിനാ കൂളാവും, പാനിക് ആവണ്ട. അത് അവൾക്ക് ഇവിടെ കിട്ടുന്നതാ. എന്തായാലും വന്നു കഴിഞ്ഞാൽ അവന്റെ വക ഒരു നടയടി മേടിച്ചാലേ അവൾക്ക് സമാധാനാവത്തുള്ളൂ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വന്ന് ഹഗ് ഇരുത്തുന്ന. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. പിന്നെ ആവർത്തിച്ചോണ്ടിരിക്കുകയാണോ? ഇനി ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിന്നവന്റെ തോട്ടിട്ടോ കാട്ടിട്ടോ കൊണ്ട് കളയും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. സാറിന, നീ വരുന്നില്ലേ? അല്ല, അതിന് ഞാൻ ഇങ്ങോട്ട് വരാനാ? നിന്നിവിടെ കോളേജിൽ ചേർത്തിരിക്കുന്നത് വീട്ടിൽ നിന്ന് സൂഹിക്കാനാണോ? ക്ലാസ്സിലെ നിനക്ക്? ഇന്ന് ക്ലാസ്സോ? അല്ല, സൺഡേക്ക് ഇവിടുത്തെ കോളേജ് ഓപ്പണിംഗ് ആയിരിക്കും. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇന്ന് സൺഡേ ആയിരുന്നു. ഓ, ഞാൻ മറന്നുപോയി. ജോലിയുടെ തിരക്ക് കാരണം. പിന്നെ ഈ മുതുക്കനായ ദർശന്റെ ഒപ്പം നിന്ന് കളിക്കാൻ നിൽക്കാതെ നീ ഇപ്പൊ പഠിക്കാൻ നോക്ക്. അമ്മ ഞാൻ പോവാണേ. അയ്യോ മോളെ, നീ വീഴൂ. എല്ലാ ബോഡിയുടെ പാർട്സ് ഇളക്കി കിടക്കമ്മായി. എന്നെ ഒന്ന് റൂമിൽ എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എവിടെയോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഞാൻ എന്താ കഴുതിയണോ? എല്ലാ ഭാരം കൂടി എന്റെ മേത്ത് വെച്ച് ചുമക്കാൻ വേണ്ടി ആകെ കൂടി ഒരു സൺഡേ കിട്ടുന്നതാ. അന്നത്തെ ദിവസം ഇവിടെ വന്ന് പണിയെടുക്കണം. എന്റെ ഒരു ഗതികേട്. എന്തായാലും നിനക്ക് നിന്നെ കുറിച്ചൊരു ബോധമുള്ളത് നന്നായി. നീ ആരാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ. പിന്നെ നിനക്ക് ഞാൻ വെറുതെ ഇരിക്കുന്നതിനല്ല കൂലി തരുന്നത്, മനസ്സിലായോ? റിതം ടെസ്റ്റേഴ്സിന്റെ കേസ് എന്തായി? റിതം ടെസ്റ്റേഴ്സിന്റെ കേസിൽ നമുക്കെതിരായ എല്ലാ തെളിവുകളും ഉള്ളത്. അഥവാ അത് കോടതിയിൽ നാളെ തന്നെ എത്തുകയാണെങ്കിൽ നമ്മൾ തോൽക്കും. പ്രതിഭാഗം വക്കീല്
നല്ല രീതിയിൽ വാദിച്ച് ജയിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ കക്ഷി രാഘവ് സക്സേനയുടെ യഥാർത്ഥ മകനാണ് രാഹുൽ സക്സേന. അഥവാ ഇത് കോടതിയിൽ തെളിഞ്ഞാ നമ്മൾ തോൽക്കും. ആ സ്ത്രീക്ക്, രാഹുൽ സക്സേനയുടെ അമ്മയ്ക്ക് ഒരുപാട് പുരുഷന്മാരായിട്ട് ബന്ധമുണ്ടെന്ന് നമ്മൾ വരുത്തി തീർത്തെങ്കിലും DNA ടെസ്റ്റ് അതൊരു വല്ലാത്തൊരു തെളിവാണ് നമുക്കെതിരെ. അത് തിരുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നീ നോക്ക്. രാഹുൽ സക്സേന ശരിക്കും രാഘവ് സക്സേനയുടെ മകനല്ലേ? അവര് അച്ഛനെ വേണമെന്നുള്ള ഒരു അവകാശമല്ലേ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്, അയാളുടെ സ്വത്തിലൊന്നല്ലല്ലോ. ഓൾറെഡി രാഘവ് സക്സേന അയാളുടെ മകനെ കൊല്ലാൻ നോക്കിയതാ. നമ്മളെന്തിനാ കേസ്? ഞാൻ നിന്നെ പകുതിക്ക് വെച്ച് നിർത്തിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലേ നിനക്ക്? ഞാനിവിടെ ഓഫീസും തുറന്നിരിക്കുന്നതേ മദർ തെരേസ അവനെ ഗാന്ധിജി ആവാനല്ല. ഈ വക്കീൽ കോട്ട് ഞാൻ അണിഞ്ഞത് എൻ്റെ സ്വാർത്ഥതയ്ക്കും എൻ്റെ വിജയത്തിനു വേണ്ടി മാത്രം. മറ്റൊരാളുടെ കാര്യം എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നെ വിശ്വസിച്ചേൽപ്പിച്ച കേസ് ഞാൻ ഏത് വിധേനം ജയിച്ചു കൊടുക്കും. എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റിയത് സാരം, വേറെ ഒന്നുമില്ല. നീ ഒരിക്കലും നന്നാവത്തില്ലടാ. അതെ, ഒരിക്കൽ പോലും നീ ഗംഗാനദിയിൽ പോയിട്ട് മുങ്ങരുതട്ടോ. പാപങ്ങൾ ഒഴുകിക്കളയുന്ന സ്ഥലം അത്. പക്ഷേ ഗംഗാദേവിക്ക് പോലും നിന്റെ പാപങ്ങൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ ആ പുണ്യനദി അശുദ്ധമായി പോകും. അഖില, ഇത് തനിക്ക് വേണ്ടി കോഫി. താനിരിക്കെ. സോറി അഖില, ഞാൻ പെട്ടെന്ന് താൻ ദർശനം ഉപദ്രവിക്കുന്ന കണ്ടപ്പോ ചെയ്തു പോയതാ. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ. താനും ദർശനം നല്ല കൂട്ടാൻ തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് ഞങ്ങള് കൂട്ടാം. താങ്ക് യു. കോഫിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ ദർശനം ഞാനും തമ്മിൽ അത്ര കൂട്ടല്ല. അവനെന്നെ കണ്ടുകഴിഞ്ഞാൽ ചെകിട്ടാൻ കുരിശേണ്ട പോലെ ഇപ്പഴും എന്നോട് അടി ഉണ്ടാക്കി നിൽക്കും. ആ ദർശൻ പാവാ. ആ കാട്ടുപോത്തില്ലേ ദേവ, അത് ഭയങ്കര. എന്തിനാ അവളുടെ അടി പേടിച്ചത്? വേദനിക്കുന്നില്ലേ? ആഹാ, വേദനയോ? ഓൾറെഡി എന്റെ പഞ്ചറിളക്കി നിൽക്കുകയായിരുന്നല്ലേ, പിന്നെ അടിക്ക് എന്ത് വേദന ഉണ്ടാവാനാ? മോളി സാധാരണ നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇവളായിട്ട് കൂട്ടുകൂടണ്ട കേട്ടോ. എന്റെ കിട്ടിയതൊന്ന് പോരെ? പൊന്നുമോളി ഇങ്ങ് വാ, ഞാൻ നിന്ന് തരാം അടിച്ചോന്ന് പറഞ്ഞിട്ട് കിട്ടുമെന്ന്. ഡി, എന്നാണ് നീ തിരിച്ചു പോകുന്നേ? മിസ്റ്റർ ദർശന്റെ ആഗ്രഹം നടക്കില്ലല്ലോ. കാരണം ഞാൻ ഉടനെ ഒന്നും ഇവിടുന്ന് പോകുന്നില്ല. ഈ നാട്ടിലാ ഞാൻ ഇനി പഠിക്കാൻ പോകുന്നത്. അതും സാധന പഠിക്കുന്ന അതേ കോളേജ്. ഓ, കുരിശ് തലേന്ന് ഒടിയാളെ ഉദ്ദേശമില്ലല്ലോ. എന്തിനാണ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നേ? ഞങ്ങൾക്ക് കുറച്ച് സ്വസ്ഥത തന്നൂടെ നിനക്ക്? എന്റെ സാധന കുഞ്ഞി, ഇതുപോലെ ഒരെണ്ണത്തിന് സഹിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? നീ കണ്ടതില്ലേ ഇവള് വന്നിട്ട് കാട്ടിക്കൂട്ടിയത്? പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല മലപ്പുറത്തായതുകൊണ്ടേ ഇനി ഇവിടെ ഭൂകമ്പം ഉണ്ടായില്ലെങ്കിൽ അത്ഭുതം ഉണ്ടാവുള്ളൂ. നിനക്ക് എന്നോട് എന്താ പ്രശ്നം എന്നറിയില്ല, പക്ഷെ ഇന്നിപ്പോ കണ്ടാലും എന്റെ അടുത്ത് അടി ഉണ്ടാക്കാൻ വരും. ഈ പോക്ക് പോവാണെങ്കിൽ നിന്റെ ജീവനും കൊണ്ടായിരിക്കും ഞാൻ ഇവിടുന്ന് പോകുന്നത്. ദർശ, എന്തിനെങ്ങനെ അടി ഉണ്ടാക്കുന്നേ? അഖില നല്ല കുട്ടിയല്ലേ, ഇനി അവൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അത് തന്നെയാണല്ലോ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ദേ, അവൾ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നേ? ഞങ്ങള് തമ്മിലിപ്പോ ഫ്രണ്ട്സാ. ഞങ്ങളിപ്പോ പ്രശ്നമൊന്നുമില്ല. സാധന, അവൾ ഇവിടെ തന്നെ ഉണ്ടാവുന്നു. അവൾക്ക് ഓൾറെഡി ദേവിയുടെ മീതെ ഒരു കണ്ണുണ്ട്. അവൾക്ക് ഒന്നല്ല 2 കണ്ണുണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? ഓ ലൂസ് എടി, ബോധമില്ലേ നിനക്ക്? നിന്റെ ഭർത്താവല്ലേ ദേവ? അവളുടെ ഒരു കണ്ണ് പോയിട്ട് 2 കണ്ണ് അവന്റെ മീതെ നിന്ന് ആലോചിക്ക്. അവൾ തട്ടിയെടുക്കും അവനെ. ഓ, അങ്ങനെയാണല്ലേ? മോനെ ദർശ, ദേവ എനിക്ക് കൈവിട്ട് പോകുന്നാണോ അതോ അഖില തങ്ങളെ വിട്ടു പോകുന്നാണോ ഉദ്ദേശിച്ചത്? എന്നെ വിട്ട് പോകാനോ? എന്റെ എന്നെ വിട്ട് പോകാനോ? നിനക്കിതെന്താ പിന്നെ? ഒരു ഉപകാരത്തിന് ഒരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോ എന്റെ തലയിൽ. ഏണ്ടാ പൊയ്യ് சொல்றே എങ്കിട്ടയാ? അവൾക്ക് അവിടെ നിന്ന് നടന്നു കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞിപ്പിക്കും എടുത്തോണ്ട് വലിഞ്ഞു കേറുന്നുണ്ടായിരുന്നല്ലോ ആ സ്റ്റെപ്പ്. അത് ശരി, ഒരു ഉപകാരം ചെയ്തു കൊടുത്ത് ഇത്ര വലിയ പുലിവാലായോ? ഞാൻ ചെയ്യില്ലായിരുന്നു. നീ എവിടെയെങ്കിലും വീഴട്ടെ, ഞാൻ എടുക്കാൻ വരില്ല. ഞാൻ പോണു. അല്ല, എപ്പോഴാ വന്നത്? ഞാൻ വന്നിട്ട് കുറെ നേരമായി. നിങ്ങൾ തമ്മിൽ ഇത് എന്താ ശരിയും കളിയൊക്കെ? നിന്റെ അവന്റെ പ്രായം ചെറുതൊന്നല്ല, അതറിയാലോ നിനക്ക്. ഞങ്ങൾ ചിരിച്ചു കളിച്ചാൽ എന്താ കുഴപ്പം? ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മാത്രമേ ചിരിക്കാനും കളിക്കാനൊക്കെ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? പിന്നെ ദർശൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അതുപോലെ തന്നെ എന്റെ കസിനും ആണ്. അതിനെന്താ പ്രശ്നം? നീ എന്താ എന്റെ അടുത്ത് തർക്കിക്കാൻ നിൽക്കാണോ? ദേ, ഒരു കാര്യം നീ മറക്കരുത്. അധികം നാൾ നീ ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരോട് അധികം അടുപ്പം കാണിക്കും വേണ്ട. കുറച്ചു ദിവസം കഴിഞ്ഞാൽ നീ ഇവിടുന്ന് പോവും. നീ ഇതുവരെയായിട്ട് പോയില്ലേ?
പോവാൻ വേണ്ടി തന്നെ നിന്നത്. അപ്പോഴവിടെ നിന്ന് ബഹളം കേട്ടത്. നീ എന്തിനാ അവളെ ഇങ്ങനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്നേ? നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേ? അവളുടെ അടുത്ത് എന്ത് പറയണം പറയണ്ട എങ്ങനെ പറയണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അത് തീരുമാനിക്കട്ടെ, നിനക്ക് എന്താ അവകാശം? ദർശൻ, യു ഡോണ്ട് റിമെമ്പർ? ഷീസ് മൈ വൈഫ്. യാ, ഐ റിമെമ്പർ. പക്ഷെ അത് അവളെ ടോർച്ചർ ചെയ്യാനുള്ള അവകാശമോ അധികാരമൊന്നുമല്ല. അല്ലെങ്കിൽ അവള് ദുഃഖത്തിലാണെന്ന് നിനക്ക് അറിയാം, നന്നായിട്ട് അറിയാവുന്നല്ലേ. എന്നിട്ട് അവളെ എന്തിനാ അങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അവളെ സന്തോഷിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ നീ അത് വന്ന് ഇല്ലാതാക്കുക. ദർശ, നീ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ നല്ല മനസ്സിലാക്കിയിട്ടുണ്ട്. നീ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്നതൊക്കെ നീയാ നിന്നെ മനസ്സിലാക്കാതിരിക്കുന്നത്. നിന്റെ മനസ്സിൽ മനസ്സിലാക്കാതെ നീ ഓരോന്ന് പ്രവർത്തിച്ചാൽ അവളെ നിനക്ക് നഷ്ടപ്പെടും. നീ പറഞ്ഞ പോലെ അവൾ ഇവിടുന്ന് പോവേണ്ടത് തന്നെയാ, പോവേണ്ടി വരും. നീ അവകാശം പറഞ്ഞിരിക്കുന്നില്ലേ, പക്ഷേ യഥാർത്ഥ അവകാശി അശ്വിൻ വന്നാ എല്ലാം തീരും. സോറി, ലെങ്ത് കുറവാണെന്നറിയാം. മോൻ്റെ എക്സാമും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ തിരക്കിലായിരുന്നു. ഉച്ചവരയ്ക്കൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ ലെങ്ത് കൂട്ടിയിടാം കേട്ടോ.